ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മളുടെ ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. ഇന്നത്തെ അല്ല, ഇനിയിപ്പം കുറച്ച് ഒരു 2-3 എപ്പിസോഡായിട്ട് ഇതിൻ്റെ കണ്ടിന്യൂ ഉണ്ടാവും. സിയാൻ്റെ ബർത്ത്ഡേയുടെ സെലിബ്രേഷൻ്റെ വീഡിയോസാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കട്ട്ലറ്റ്, ഇപ്പോൾ പിടി, ചിക്കൻ കറി, പിന്നെ മിക്സഡ് ചിക്കൻ ബിരിയാണി, അത് നമ്മുടെ തമിഴ്നാട് സ്റ്റൈലിലുള്ള ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കിയതിൻ്റെ ഒരു 3 പാർട്ടായിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിപ്പം ഞാൻ മിൽക്ക് കേക്ക് വന്ന എല്ലാവർക്കും ഇൻഡിവിജ്വലി കൊടുക്കാൻ വേണ്ടിയിട്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ റെസിപ്പി കാണാം. അത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനൊരു 2 മുട്ട ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തു. ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം ചെയ്തത് സാധാരണ ഗ്രാനുകളുടെ ആയിട്ടുള്ള സാധാരണ നമ്മുടെ പഞ്ചസാരയില്ലേ, അതിൻ്റെ അകത്തോട്ട് 1 സ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ടു. എന്നിട്ട് അതൊന്ന് 1 സ്പൂൺ വെച്ചാൽ മെഷറിംഗ് കപ്പിൻ്റെ അകത്ത് തന്നെ 3/4 കപ്പാണ് എടുത്തിരുന്നത്. ആ മെഷറിംഗ് കപ്പിൻ്റെ അകത്ത് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് ബാച്ചായിട്ട് 2-3 തവണയായിട്ട് ഈ 2 മുട്ട അടിച്ചതിൻ്റെ അകത്തോട്ടിട്ട് അത് അടിച്ചെടുത്ത്, എന്നിട്ട് 1 സ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഫ്ലഫി ആയിട്ട് ഇത് അടിച്ചെടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊരു 25 ഗ്രാം ഉണ്ടാവും. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/2 കപ്പ് സാധാരണ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് പാലും ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. അതും ഒരു 1/2 കപ്പ് പാലാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഞാനൊരു അരിപ്പ അതിൻ്റെ മേലെ വെച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് 1 കപ്പ് മൈദ, അതിൻ്റെ ഒപ്പം തന്നെ 1/2 സ്പൂൺ ബേക്കിംഗ് സോഡയും 1 സ്പൂൺ ബേക്കിംഗ് പൗഡറും 1 നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതും ഇതിൻ്റെ അകത്തോട്ട് പല ബാച്ചായിട്ടാണ് ചേർത്ത് കൊടുത്തത്. ഒരു 3 തവണയായിട്ട് ചേർത്ത് അധികം സ്പീഡില്ലാതെ ഒന്ന് മിക്സാക്കിയെടുത്തു. എന്നിട്ട് ഇതുപോലൊരു സ്പാച്ചില എടുത്തിട്ട് പിന്നെ ആ സൈഡിൽ കൂടെ ഉണ്ടായിരുന്ന നല്ല സ്ക്രേപ്പ് ചെയ്തെടുത്ത് അങ്ങനെ ഒന്ന് മിക്സാക്കി. എന്നിട്ട് അവസാനം 1 സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ മിക്സാക്കിയിട്ട് ഇതിനെ ഞാൻ ബട്ടർ പേപ്പർ വെച്ച് ലൈൻ ചെയ്തൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുത്ത ശേഷം ഇത് ഞാനൊരു വയറിംഗ് റാക്കിൽ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത് മൈക്രോയിലാട്ടോ ചെയ്തെടുത്തത്. അതാവുമ്പം നമുക്കൊരു 6-7 മിനിറ്റ് ടൈമേ എനിക്ക് എടുത്തിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ അകത്ത് സ്ക്യൂർ വെച്ച് കുത്തി നോക്കിയപ്പോഴത്തേക്കും ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. അതായത് അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഇതുപോലെ വയർ റാക്കിൽ വെച്ചു. അത് തണുക്കുന്ന വരെ അത് അവിടെ ഒരു സൈഡിലാക്കി വെച്ചു. അതിനുശേഷം തണുത്ത ശേഷം ഈ ഒരു കപ്പിൻ്റെ, ഞാൻ ഇൻഡിവിജ്വലി കൊടുക്കുന്നു എന്ന് പറഞ്ഞില്ല, കപ്പിൻ്റെ സൈസിൽ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇത് ഞാൻ ഇവാപ്പറേറ്റഡ് മിൽക്കും കണ്ടൻസ്ഡ് മിൽക്കും ഫ്രഷ് ക്രീമും കൂടെ മിക്സ് ചെയ്തു. സാധാരണ ഡ്രസ് ലെച്ചേഴ്സ് നമ്മൾ ചെയ്യില്ലേ, ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെ ഈ മിൽക്ക് കേക്കും ഉള്ളത്. എന്നിട്ട് ഇത് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് ഈ കേക്കിന് മേലെ ഒഴിച്ചിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിൽ ഒരു 2-3 മണിക്കൂർ വെച്ചിട്ട് മേലെ ക്രീമും അതിന് മേലെ ഓരോ സ്ട്രോബെറിയും കൂടെയാണ് ഞാൻ വെച്ചത്. എന്നിട്ട് ഇത് പിന്നെ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചാൽ നെക്സ്റ്റ് ഡേ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് റെഡി ആയിട്ടുണ്ടാവും. പിന്നെ ഞാൻ കട്ട്ലറ്റിന് വേണ്ടിയിട്ട് ഒരു 1 കിലോ ബീഫ് കുക്കറിലിട്ടിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വെള്ളം വാർത്ത് വെച്ചിരിക്കുന്നതാണ്. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് ഈ ബീഫ് വേവിക്കുന്ന കൂട്ടത്തിൽ തന്നെയാണ് ഞാൻ ഇടുന്നത്. കാരണം ഈസി ആയിട്ടുള്ള മെത്തേഡിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഞാനിവിടെ നോക്കിയത്. എന്നിട്ട് ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഞാൻ അതിൻ്റെ അകത്തോട്ടിട്ടു. പിന്നെ ഇതിൻ്റെ അകത്തോട്ട് 1 സ്പൂണ് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത്, വെള്ളം ചേർത്തിട്ടില്ല, അല്ലാതെ തന്നെ നന്നായിട്ട് വെള്ളം ചേർക്കാതെ ആകുമ്പോൾ അത് പെട്ടെന്ന് വെന്തും കിട്ടും. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി, വെളുത്തുള്ളി, സവാള എല്ലാം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഞാനൊരു ചോപ്പറിൻ്റെ അകത്തിട്ട് ഒന്ന് നന്നായിട്ട് ചെറുതാക്കി, ചോപ്പറിലാകുമ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് കിട്ടുമല്ലോ, അങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തു. എന്നിട്ടൊരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് അതിൻ്റെ അകത്തോട്ട് ഇത് 3ഉം കൂടെ ഒന്നിച്ച് ചോപ്പ് ചെയ്തെടുത്ത് അതിൻ്റെ അകത്തോട്ടിട്ട് നന്നായിട്ട് വഴണ്ട് കിട്ടണം. അതായത് എല്ലാത്തിനും പച്ചച്ചവ മാറണം. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഞാൻ കറിവേപ്പിലയായി ഇട്ടത്. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് മല്ലിയിലയും കൂടി ഇടാം, പക്ഷെ മല്ലിയില ഞാൻ ലാസ്റ്റായിട്ട്. എന്നിട്ട് പൊടികളായിട്ട് ഇതിൻ്റെ അകത്ത് ഞാൻ ഇപ്പോൾ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഞാനിവിടെ മുളക് ഉപയോഗിച്ചിട്ടില്ല, അപ്പോൾ മുളക് പൊടിയാണ് ഞാനിവിടെ ഇട്ടിരിക്കുന്നത്. മുളക് വേണമെന്നാണെങ്കിൽ നമുക്ക് ആദ്യം ചോപ്പ് ചെയ്ത് കൊടുത്തിട്ട് തന്നെ മുളകും ചേർത്ത് ചോപ്പ് ചെയ്യാവേ. എന്നിട്ട് പെപ്പർ പൗഡർ ഇട്ടു.
ഒരു 2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തു. എന്നിട്ട് ഇതെല്ലാം പൊടികളുടെ ആ ഒരു പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഈ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ബീഫെല്ലാം ഞാൻ ആ ചോപ്പറിൻ്റെ അകത്ത് തന്നെ ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് അത്യാവശ്യം അതിൻ്റെ അകത്ത് ആ ഒരു വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടല്ലോ, അത് പോകുന്നതുവരെ നന്നായിട്ട് വഴറ്റണം. അതായത് നമ്മൾ ആ ഒരു റെഡിയാക്കി എടുത്ത മിക്സ് കയ്യിൽ ഒന്ന് എടുത്ത് ഒരു പിടി പോലെ പിടിച്ചു നോക്കിയാൽ അത് പിടിയായിട്ടിരിക്കണം. അതിനുവേണ്ടി ആ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. പിന്നെ ഇതിൻ്റെ അകത്തോട്ട് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ടുണ്ട്. മല്ലിയില അവസാനം ഇടുന്നുണ്ടെന്ന് വെച്ചാൽ അപ്പം നമുക്ക് ആ കട്ട്ലറ്റ് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് മുന്നിൽ നിൽക്കും, അപ്പോൾ നല്ല ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് അവസാനം ഇട്ടത്. എന്നിട്ട് പിന്നെ ഞാൻ ഇതെല്ലാം നന്നായിട്ട് നമ്മുടെ ബ്രെഡ് ക്രംസിലും മുട്ടയ്ക്കകത്തൊക്കെ മിക്സ് ചെയ്ത് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിന് മേലെ വെച്ച് ബട്ടർ പേപ്പർ വെച്ച് 2 ലെയറാക്കി വെക്കുക ചെയ്തത്. ഞാൻ പ്രത്യേകിച്ച് കാണിച്ചില്ല, ഇത് ഷൂട്ട് ചെയ്തിട്ടില്ല. എന്നിട്ട് ഇത് അങ്ങനെ എടുത്ത് ഫ്രിഡ്ജിൽ കയറ്റി വെച്ച് നെക്സ്റ്റ് ഡേ ആണ് ഞാനിത് ഫ്രൈ ചെയ്തത്. എല്ലാം കൂടെ ഈ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ലെങ്തി, അതുകൊണ്ട് നാളെ ഇതിൻ്റെ ബാലൻസ് വീഡിയോ ആയിട്ട് വരാവേ. താങ്ക്